കണ്ണൂർ സർവകലാശാല ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെപ്റ്റംബർ 6-ാം തീയതി 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓപ്ഷനുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള എഡിറ്റുകൾ വരുത്തണമെങ്കിലും അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുന്നതിനും അവസരമുണ്ട്. സെപ്റ്റംബർ 8-ാം തീയതി തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫലം യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫലം ചെക്ക് ചെയ്യാമെന്നുള്ളതും അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ട്രയൽ അലോട്ട്മെന്റ് ഫലം എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്തത്, അതേ രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഫലവും ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് വിവരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യു ഗോട്ട് ആൻ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ഏത് കോഴ്സിനാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എന്ന് കാണും. അതല്ല നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് ഇൻ ദിസ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും കാണാം. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫലം ഇപ്പോൾ ഫിക്സ് ചെയ്തു വെച്ചിട്ടുള്ളത് 8/9/2021 വിശദമായ അഡ്മിഷൻ ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് ഒഫീഷ്യലായി പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്കത് ലഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ് ഫലം 8/9/2021 പബ്ലിഷ് ചെയ്യുന്നത്. 6/9/2021 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ തിരുത്തുവാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫലം 8/9/2021 അലോട്ട്മെന്റ് വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അവർ അഡ്മിഷൻ മാൻഡേറ്ററി ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. അഡ്മിഷൻ മാൻഡേറ്ററി ഫീ അടയ്ക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ അവർ നേരത്തെ അലോട്ട്മെന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്തത് അതേ രീതിയിൽ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചതിന് താഴെയായിട്ട് മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. SBI ഇ-പേ വഴിയാണ് നിങ്ങളുടെ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടത്. നേരത്തെ നമ്മൾ രജിസ്ട്രേഷൻ ഫീ അടച്ച അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ATM കാർഡ്, അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അഡ്മിഷൻ ഫീ അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ജനറൽ SCBC കാറ്റഗറിക്ക് 830 രൂപയും SC/ST കാറ്റഗറിക്ക് 770 രൂപയുമാണ് മാൻഡേറ്ററി അഡ്മിഷൻ ഫീ ഉള്ളത്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഫീ അടയ്ക്കേണ്ടതാണ്. അത് അടയ്ക്കാത്ത പക്ഷം നിങ്ങൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥി ചെയ്യേണ്ടത് അഡ്മിഷൻ മാൻഡേറ്ററി ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. ഇനി അത്തരത്തിൽ അഡ്മിഷൻ മാൻഡേറ്ററി ഫീ അടയ്ക്കുവാൻ പ്രത്യേക ദിവസങ്ങൾ യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട്. 8/9/2021 ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. അത്തരത്തിലുള്ള ഫീസ് അടയ്ക്കുവാൻ 8/9/2021 മുതൽ 14/9/2021 വരെ സമയമുണ്ട്. ഇത്രയും 5 വർക്കിംഗ് ഡേയും അതുപോലെ തന്നെ 2 ഹോളിഡേയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും ദിവസങ്ങൾ നൽകുവാനുള്ള കാരണം പലപ്പോഴും പല വിദ്യാർത്ഥികളും ഈ കാര്യങ്ങൾ അറിയാതെ ഇത്തരം അഡ്മിഷൻ ഫീ അടയ്ക്കാതെ ചെയ്യാറുണ്ട്. അത്തരത്തിൽ അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം നല്ല മാർക്ക് ഉണ്ടായിട്ട് പോലും അഡ്മിഷൻ ലഭിക്കാതെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നത്, അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടത്. ഈ പറയുന്ന 8/9/2021 മുതൽ 14/9/2021 വരെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഡ്മിഷൻ ഫീ ഓൺലൈനായിട്ട് അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച അലോട്ട്മെന്റിൽ നിങ്ങൾ തൃപ്തരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ ഫീ അടയ്ക്കണം. അത് പറയാനുള്ള കാരണം കഴിഞ്ഞ വർഷം ചില വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ചു, പക്ഷെ ആ അലോട്ട്മെന്റിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കോളേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അഡ്മിഷൻ ഫീ അടച്ചില്ല. അത് കാരണം തുടർന്ന് വരുന്ന അലോട്ട്മെന്റിൽ അവരെ പരിഗണിക്കാതെ അവരുടെ അപ്ലിക്കേഷൻ തന്നെ ക്യാൻസൽ ആയി പോവുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഊന്നി വിദ്യാർത്ഥികളോട് പറയുന്നത്. സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ അഡ്മിഷൻ ഫീ നിർബന്ധമായിട്ടും അടയ്ക്കണം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ
പെർമനന്റ് ആയിട്ടാണ് പിന്നീട് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളൊന്നും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോർത്ത് അലോട്ട്മെന്റിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുള്ളൂ. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോർത്ത് അലോട്ട്മെന്റിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് നേരിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുള്ളൂ. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കൂടുതലായി ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അഡ്മിഷൻ ഫീ അടച്ചതിന് ശേഷം ആ ഫീ വിവരങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ കംപ്ലീറ്റഡ് പ്രൊഫൈൽ എടുത്തിട്ടില്ലെങ്കിൽ ആ കാര്യവും കൂടി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ലാതെ മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്, അതിൽ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചത് ഫസ്റ്റ് അലോട്ട്മെന്റിലെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിൽ അഡ്മിഷൻ ഫീ അടച്ചതിന് ശേഷം പിന്നീട് വരുന്ന അലോട്ട്മെന്റിന് നിങ്ങൾക്ക് മറ്റുള്ള ഹയർ ഓപ്ഷനുകളായ 1, 2, 3, 4 എന്നീ ഓപ്ഷനുകൾ വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് ലഭിച്ചത്, നിങ്ങൾക്ക് ഈ പറയുന്ന 4 ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത്തരം ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യുവാനും നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുവാനും പറ്റും. അതിൽ സെലക്റ്റീവ് ആയ ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യുവാനും പറ്റും. അതല്ല കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റും. എപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് നിങ്ങൾക്ക് സംതൃപ്തരാണ്, അതിൽ ആ കോളേജിൽ ആ കോഴ്സിൽ നിങ്ങൾക്ക് പഠിച്ചാൽ മതി എങ്കിലാണ് നിങ്ങൾ മറ്റുള്ള ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന പക്ഷം തുടർന്നു വരുന്ന അലോട്ട്മെന്റിൽ അത്തരം ഹയർ ഓപ്ഷനുകളിലേക്ക് പുതിയ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ആ അലോട്ട്മെന്റ് സ്വീകരിക്കേണ്ടി വരും. നേരത്തെ ലഭിച്ച അലോട്ട്മെന്റ് ക്യാൻസൽ ആയി പോകുന്നതുമായിരിക്കും. ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം ഇത്തരത്തിൽ ഫീ അടച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കോളേജുകൾ നിങ്ങളുടെ ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അത്തരം കോളേജുകൾ ഡിലീറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്തരം കോളേജുകൾ ഡിലീറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത്തരം കോളേജുകൾ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തുടർന്ന് വരുന്ന അലോട്ട്മെന്റിൽ അവ പരിഗണിക്കുവാൻ വേണ്ടി ആ സാധ്യതയ്ക്ക് നിങ്ങൾക്ക് വെക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച ഒരു കോളേജ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് സ്വീകരിക്കേണ്ടി വരും. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജിലേക്ക് തിരികെ നിങ്ങളുടെ അലോട്ട്മെന്റ് പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുന്നതല്ല. ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ 4 അലോട്ട്മെന്റുകളും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണുള്ളത് ആ കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ വീണ്ടും മറ്റൊരു കോളേജ് അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. അലോട്ട്മെന്റ് പ്രക്രിയയിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ ആ സമയത്ത് മാത്രം നിങ്ങൾ അഡ്മിഷൻ ഫീ അടച്ചാൽ മതി. അതല്ലെങ്കിൽ ഒരു തവണ അഡ്മിഷൻ ഫീ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചാൽ മതിയാകും. ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓപ്ഷനുകളിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ പ്രൊഫൈൽ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് പ്രൊഫൈൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുള്ളത്, നിങ്ങൾ മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടച്ചതിന് ശേഷം ആ റിസീപ്റ്റ് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം ആ ഒരു രേഖയാണ് അഡ്മിഷന്റെ സമയത്ത് ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളിൽ ഒരു രേഖ. നേരത്തെ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയ സമയത്ത് രജിസ്ട്രേഷൻ ഫീ അടച്ച രേഖ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് ഈ രേഖയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നീട് അത് അഡ്മിഷൻ സമയത്ത് പ്രിന്റ് ഔട്ട് എടുത്ത് ഹാജരാക്കേണ്ടതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദതല പ്രവേശന നടപടികളിൽ എനിക്ക് പ്രത്യേകമായിട്ടും നിങ്ങളോട് പറയുവാനുള്ളത്. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യുക. നിങ്ങൾ അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ അഡ്മിഷൻ നേടാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നല്ല നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.